when the incident was started. No? On day 3, there was a peace rally. അന്നേ ദിവസം ഞാനും കുക്കി ട്രൈബ് ലീഡർ എന്ന നിലയിൽ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യുണൈറ്റഡ് മൂവ്മെന്റ് നടത്തിയ ജാഥയിൽ ഉണ്ടായിരുന്നു. But in the evening, around 5:40, ഏകദേശം 4:30 ഞാൻ എന്റെ ക്ലിനിക്കിലായിരുന്നു. ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് SP ഓഫീസിന് നേരെ എതിർവശത്തായിരുന്നു. എന്റെ ക്ലിനിക്കിനോട് ചേർന്ന് തന്നെ ഒരു ആയുധശാലയുണ്ടായിരുന്നു. മെയ്തികളായിരുന്നു അതിന്റെ നടത്തിപ്പുകാർ. പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോൾ ജനക്കൂട്ടം ആയുധശാലയിലേക്ക് ഇരച്ചുകയറി ആയുധങ്ങളെല്ലാം കൈക്കലാക്കി. ആയുധശാലയുടെ ഉടമ എന്റെ ക്ലിനിക്കിലേക്ക് രക്ഷപ്പെടാൻ ഓടിക്കയറി. എന്റെ മകൾ ക്ലിനിക്കിലെ രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകുകയും അവരെ പരിചരിക്കുകയുമായിരുന്നു. ജനക്കൂട്ടം ക്ലിനിക്കിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ ഞാൻ ക്ലിനിക്ക് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. കാരണം അതിലുള്ളവരെ എനിക്ക് ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കണമായിരുന്നു. മെയ്തികൾ ഞങ്ങളെ ശത്രുക്കളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു അമ്മ എന്ന നിലയിലും ഒരു നേതൃത്വ സ്ഥാനത്തുള്ളയാളെന്ന നിലയിലും എന്റെ പ്രധാന കടമ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണെന്ന് എനിക്കറിയാം. ക്ലിനിക്കിലുള്ളവർ ആരായിരുന്നാലും ശത്രുക്കളായിരുന്നാലും അല്ലെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ രാത്രി മുഴുവൻ അവരെ ക്ലിനിക്കിൽ താമസിക്കാൻ അനുവദിച്ചു. We keep on defending. Till today we are defending ourselves. തീർച്ചയായും ഞങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട്. ഇന്ന് വരെ അത് തുടരുന്നുമുണ്ട്. ഞങ്ങൾ അവരെ ആക്രമിക്കുന്നില്ല. പക്ഷേ അവർ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാതിരിക്കുക? സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഏറെ സമാധാനപ്രിയരാണ്. പക്ഷേ അവർ ഞങ്ങളുടെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും മുതിർന്നവരെയുമൊക്കെ ആക്രമിക്കുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊല്ലുമ്പോൾ ഞങ്ങൾ എത്രത്തോളമാണ് സമാധാനത്തെ സ്നേഹിക്കുക? ഞങ്ങൾ അവരുടെ ആളുകളുടെ ജീവൻ സംരക്ഷിക്കുമ്പോഴും അവർ ഞങ്ങളുടെ ആളുകളെ കൊല്ലുകയും മക്കളെ അപമാനിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മേറപ്പേബി എന്നൊക്കെ വിളിക്കപ്പെടുന്നവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും പ്രശ്നങ്ങളുടെ മധ്യേ ചുരാചന്ദ്പൂരിൽ മെയ്തികളായ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പോലും നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. വാർത്തകൾ അവർ വളച്ചൊടിക്കുമ്പോഴും സത്യം ഇതാണ്: ഒരാൾ പോലും ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല. ഞങ്ങളും ഇവിടുത്തെ കുക്കി സ്ത്രീകളുടെ കൂട്ടായ്മയും വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് അവരെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാക്കി. അവരെ ആർമി ക്യാമ്പുകളിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കുമെല്ലാം മാറ്റുകയാണ് ചെയ്തത്. ഒരു സംസ്ഥാന ഗവൺമെന്റിൽ ഭരണ സംവിധാനത്തിൽ നിന്നും മാറി സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനമാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം മണിപ്പൂരിലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഞങ്ങളെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഇവിടെയുള്ള മേറപ്പേബി, മെയ്തേയ് ലിപുൺ, അരംബൈ തെങ്കോൾസ് എന്നിവരെയെല്ലാം സ്പോൺസർ ചെയ്യുന്നത്. അതോടൊപ്പം കമാൻഡോകളും ചേർന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വതന്ത്രമായ ഭരണത്തിനു വേണ്ടി ആവശ്യപ്പെടുന്നത്. അവർ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ പ്രദേശത്ത് കയറി അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ സ്ഥലങ്ങളുടെ സംരക്ഷണം. അവരുമായി തുലനം ചെയ്യുമ്പോൾ ഞങ്ങൾ നിസ്സാരരാണ്. എന്നിട്ടും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇത് ഒരു അത്ഭുതമാണ്.